ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നോട് സംസാരിച്ചു. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനമാണത്. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് പോവുകയാണ്. ഈ സാക്ഷ്യം ഇതുപോലെ ആത്മാവ് പ്രവേശിച്ച് തളർന്നു കിടന്നിരുന്നൊരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയൊരു സാക്ഷ്യമാണ്. വളരെ ഹൃദയസ്പർശിയ ഒരു സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം ധ്യാനമന്ദിരത്തിലെ ശുശ്രൂഷകയായ മരിയ ജോസഫാണ്. ബ്രദറ് പരിചയപ്പെടുത്തി. കാഞ്ഞിരപ്പള്ളിക്കടുത്ത പൊടിമറ്റം പാറത്തോട് പൊടിമറ്റം ധ്യാനകേന്ദ്രത്തിലെ ചെറിയൊരു ശുശ്രൂഷയാണ്. ഞാൻ ജനിച്ച് 10 മക്കളാണ്. എനിക്ക് മുമ്പ് 4 പേരാണ് ജനിച്ചത്. 5ാമത് അങ്ങനെ ഞാൻ ജനിച്ചു കഴിഞ്ഞ് കുടുംബത്തിൽ ചെറിയ അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ ജനിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി കുടുംബത്ത് നിന്നാൽ ഒത്തിരി കുടുംബത്തിന് ദോഷമുണ്ടാകും എന്ന് വിചാരിച്ച എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ ആദായ മാർഗങ്ങളൊക്കെ കന്നുകാലിയായിരുന്നു. കന്നുകാലിക്കൂട്ടിലേക്ക് മാറ്റി. കന്നുകാലിക്കൂട്ടിലിങ്ങനെ കന്നുകാലിയുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വന്നു. എൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ അമ്മയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അമ്മയുടെ ചേച്ചി ഭർത്താവും മരിച്ച് അവരുടെ കുടുംബത്തായിരുന്നു. അമ്മച്ചിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ പേരമ്മച്ചിയെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ പേരമ്മച്ചിയെ കൂടെ കല്യാണം കഴിച്ചു. 2 ഭാര്യമാർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു അത്യാഹിതം കുടുംബത്തുണ്ടായി. അങ്ങനെ അമ്മച്ചിയുടെ ആങ്ങളയുടെ ഭാര്യയും മരിച്ചു. അവരുടെ 3 കുട്ടികളും സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ അമ്മയ്ക്കായിരുന്നു. അമ്മച്ചിയുടെ ചേച്ചി 2 മക്കളുമായിട്ട് ആ വീട്ടിൽ വന്നു. അങ്ങനെ അമ്മച്ചിയുടെ ചേച്ചിക്ക് തുടർന്ന് വീണ്ടും 2 മക്കളൂടെ ഉണ്ടായി. അമ്മച്ചിക്ക് തുടർന്ന് അങ്ങനെ ഒരു 18 മക്കൾ കുടുംബത്ത് വളരേണ്ട സാഹചര്യം. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് 13 വയസ്സാകുമ്പോൾ ജന്മനാ തളർന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാണെങ്കിൽ തകർന്ന കുടുംബം രക്ഷപ്പെടുമെന്ന് എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയോ മനസ്സിലാക്കി. അങ്ങനെ 13 വയസ്സായി എനിക്ക് പറ്റിയ ഭർത്താവിനെ തപ്പി ജനിച്ചപ്പോൾ 7 വയസ്സായപ്പോൾ പോളിയോ വന്ന് തളർന്ന് ചുടലി അസുഖമുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ അവരെ തേടി പിടിച്ച് എൻ്റെ കല്യാണം നടത്തുകയാണ്. ഭർത്താവ് ചുടലി അസുഖമുണ്ട്, കൈകാലുകളെല്ലാം തളർന്ന സാഹചര്യത്തിലാണ്. ജോലി ചെയ്യാൻ പറ്റിയില്ല. എന്നെ കല്യാണം കഴിച്ച വീട്ടാണ് ഒത്തിരി പാവപ്പെട്ട കുടുംബമായിരുന്നു. ആ കുടുംബത്ത് ഒരാല പോലെയായിരുന്നു വീട്. അവിടുത്തെ അച്ഛൻ ആസ്മ രോഗിയും ഹാർട്ടിന് അസുഖമുള്ള ആളായിരുന്നു. അമ്മച്ചിയും ഇതുപോലെ ആസ്മ രോഗമുള്ള അസുഖമുള്ള ആളായിരുന്നു അവിടുത്തെ അമ്മച്ചി. അവിടുത്തെ ഏറ്റവും മൂത്ത മകനാണ് എന്നെ കല്യാണം കഴിച്ചത്. ഭർത്താവിൻ്റെ പെങ്ങന്മാരാണ് താലി കെട്ടിയതും പൂമാല ഇട്ടതൊക്കെ. എന്നെ കെട്ടിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ കന്നുകാലിക്കൂട്ടിലോടി വന്ന് ഓടിച്ചിട്ട് പിടിച്ചാണ് എന്നെ കൊണ്ടുപോയി കെട്ടിക്കാൻ കൊണ്ടുപോയത്. ഞാനിന്നും ഓർക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോയി ദേഹത്ത് വെള്ളമെല്ലാം ഒഴിച്ച് തോട്ടി കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു. ശരീരം മൊത്തം ചാണകവും ചെളിയായിരുന്നു. വെള്ളം ഒഴിക്കും തോറും ചാണകവും ചെളിയും ഇങ്ങനെ കുതിർന്നു വരും. അവർ ചകിരി വെട്ടിക്കണ്ടിച്ച് ചതച്ച് സോപ്പിട്ടെന്നെ തേച്ച് കുളിപ്പിച്ചപ്പോൾ ചിരവിയിട്ട് മാന്തിയ പോലെയായിരുന്നു എൻ്റെ ശരീരം മൊത്തം. കൊണ്ടുവന്ന് കാതുകുത്തി കമ്മലിട്ട് അങ്ങനെ അവരൊരുക്കി എന്നെ ഒരു പീഠത്തിന്മേലിരുത്തി എൻ്റെ ഭർത്താവിനെ ഒരു കസേരയെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ആ പീഠത്തിന്മേൽ ഇരുന്നപ്പോൾ തന്നെ അവർ കൈവിട്ടപ്പോൾ തന്നെ ഞാൻ ഓടി. എനിക്ക് കന്നുകാലിയോ മൃഗങ്ങളെയോ ഇടജന്തുക്കളെയോ ഒന്നും എനിക്ക് പേടിയില്ല. എനിക്ക് പേടി മനുഷ്യരെ മാത്രമായിരുന്നു. കാരണം കാണുമ്പോഴൊക്കെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളൊക്കെ വടി വെട്ടി എറിയുകയും കല്ല് പെറുക്കി എറിഞ്ഞ് എന്നെ ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിടിച്ചു കെട്ടിയാണ് എൻ്റെ കല്യാണം നടന്നത്. കല്യാണം നടന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പാവപ്പെട്ട മനുഷ്യരാണെങ്കിലും ഒത്തിരി സ്നേഹമുള്ളവരായിരുന്നു. എന്നെ വർത്താനം പറയാൻ പഠിപ്പിച്ചത്, ഭക്ഷണം വാരി തിന്നാൻ പഠിപ്പിച്ചത്, തുണി ഉടുക്കാൻ പഠിപ്പിച്ചതൊക്കെ എൻ്റെ അമ്മായിപ്പനും എൻ്റെ അമ്മായിയമ്മ എൻ്റെ സഹോദരങ്ങളായിരുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് അസുഖമുണ്ടായി. എൻ്റെ അമ്മായിപ്പന് മരിച്ചു. ശവോടകന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, പോരാടുന്ന ആളുകാരി ഈ ഭവനത്തിൽ വന്നപ്പോൾ കുടുംബനാഥൻ്റെ തലയെടുത്തു എന്ന്. അത് കേട്ട എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ശവോടക്കെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, മോളെ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ജീവിച്ചിരുന്നാൽ
ഈ 6 മക്കളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഭർത്താവിൻ്റെ ഇടയങ്ങൾ 5 പേരുണ്ട്, സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ജോലിക്ക് പോയാലോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവരെ നോക്കാൻ ആരുമില്ല എന്ന്. അങ്ങനെ അമ്മച്ചി അങ്ങനെ പറഞ്ഞ് നീ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളെ. പോകാൻ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ എൻ്റെ ജീവിത പങ്കാളിക്ക് എനിക്ക് 13 വയസ്സും ഇദ്ദേഹത്തിന് 39 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് 39 വർഷം 40 വർഷം വരെ ഞാനിവനെ കഷ്ടപ്പെട്ട് വളർത്തി സംരക്ഷിച്ച് ഇത്ര നാളും, ഇനി അവനെ നോക്കാൻ വേണ്ടി അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത്, നീ പോകുമ്പോൾ അവനെ എടുത്തുകൊണ്ട് പൊക്കളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, പൊക്കം കുറവും വലിപ്പം കുറവും ഉണ്ടെങ്കിലും പക്ഷേ എടുത്തു പൊക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഭാരമുള്ള നെല്ലിനൊക്കെ മൂപ്പുണ്ടല്ലോ. അവിടുന്ന് ഞാൻ വലിച്ചു ചാടിച്ചു. ഒരു 4 കിലോമീറ്ററിന് അപ്പുറമാണ് എൻ്റെ സ്വന്തം വീട്. ഞാൻ വിചാരിച്ചു, അപ്പനാണല്ലോ ഇതെൻ്റെ തോളെ കെട്ടി തന്നത്, ഇതിനെ അപ്പന് തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വലിച്ചു. ഒരു 3/4 മണിക്കൂർ നടന്നാൽ ചെല്ലും എന്നെ തോട്ടം വഴിയൊക്കെ കയറിപ്പോയാൽ. അവിടുന്ന് വലിച്ച് എൻ്റെ ഭവനത്തിൽ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഈ തള്ളവിരലിൻ്റെ 2 തള്ളവിരലിൻ്റെ ഭാഗം തീർന്നായിരുന്നു. ഞാൻ നിലത്തൂടെ വലിച്ചു കൊണ്ടുവന്ന് എടുത്ത് തോളയിട്ടുകൊണ്ട് പോകാൻ പറ്റിയല്ല, അങ്ങനെ ഭാരം പോയതുകൊണ്ട്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചോദിച്ചു, എന്തിനാ ഇതിനെ കെട്ടിച്ചുമന്നുകൊണ്ട് വന്നത്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. അവിടെ കുറേ നേരം ഇരുന്ന് ഞാൻ കരഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ റോഡിൻ്റെ അക്കരെ കൊല്ലംകുളംകാരുടെ അനത്താനംകാരുടെയൊക്കെ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ തൈമരങ്ങളാണ്. ഞാനവിടെ കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ അങ്ങോട്ട് ആ തോട്ടത്തിൽ കയറി ചെന്നു. ഞാനൊരു പെറ്റിക്കോട്ടായിട്ടിരുന്നത്. എനിക്ക് 13-14 വയസ്സുണ്ടെങ്കിലും അതിനൊക്കെ വലിപ്പമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു പണി തരാമോ എന്ന്. അപ്പോൾ എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കൊച്ചു പിള്ളേർക്ക് ഇവിടെ പണി കൊടുക്കുകയില്ല എന്ന്. അപ്പോൾ എന്നെ അറിയാവുന്ന ഗൗരി എന്ന പേരുള്ള ഒരു ചേച്ചി അവരുടെ കൂട്ടത്തിൽ പണിയുന്നുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു, ആ കൊച്ചിൻ്റെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. ചെറുപ്പത്തിലെല്ലാം കന്നുകാലിക്കൂട്ടിലാണ് വളർന്നത്. ഇപ്പോൾ അതിനെ പ്രായപൂർത്തിയാകാതെ തളർന്ന ഒരു മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എങ്ങനെയെങ്കിലും അവൾക്കും ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞതിൻ്റെ പേരിൽ 12 രൂപയാണ് സ്ത്രീകൾക്ക് ശമ്പളം, അതിൻ്റെ പകുതി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 6 രൂപ ശമ്പളത്തിൽ ഞാൻ വേണ്ടി ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ജോലി ചെയ്ത് അതോ എൻ്റെ കൂടെ ഈ പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന തൊട്ടപ്പുറം ചാരായ ഷാപ്പ് ഉണ്ട്. അങ്ങനെ കുടിയന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പ്രിയമുള്ളവരെ, ഞാനവിടെ ജീവിച്ചു പോയത്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു, അന്ന് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചതെന്ന്. ചെറുപ്പത്തിൽ കന്നുകാലി മേയ്ക്കാനായിട്ട് പറമ്പിൽ കൂടെ ചെല്ലുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു സഹോദരൻ അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് ആൺകുട്ടികളെ കരോട്ട പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനത് പോയി നിന്നിട്ട് ഞാൻ കൊച്ചായതുകൊണ്ട് അവർ ചെയ്യുന്നേക്കാൾ കാര്യമായിട്ട് ഞാൻ കരോട്ട അഭ്യാസങ്ങൾ കാണിക്കും. അങ്ങനെ എനിക്ക് നല്ലപോലെ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് അങ്ങേര് പറഞ്ഞു, നീ ഇവിടെ പഠിപ്പിച്ചതൊക്കെ പഠിച്ചാൽ നീ ഒന്ന് കാണിച്ചു തരാൻ. ഞാൻ നല്ലപോലെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ എവിടുത്തെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്നയാളിൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനെ ഇവരൊക്കെ ഒത്തിരി ആദരിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അപ്പൻ. അപ്പോൾ എൻ്റെ ഗതികേടെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 5-6 അഭ്യാസങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നു. ആ അഭ്യാസം പഠിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പുറമ്പോക്കി കഴിഞ്ഞത്. എന്നാടിയെന്ന് ചോദിച്ചുകൊണ്ട് വലത് കൈ വീശിയിട്ട് ഇടത് കാല് കൊണ്ട് ഞാൻ കരണത്തെ അടിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും എന്നെ അടിമുറയെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭയമായിരുന്നു, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ ഭയമായിട്ടാണ് ഞാൻ അങ്ങനെ വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ചുഴലി അസുഖം ഉണ്ടായി കഴിയുമ്പം ഇദ്ദേഹം കയ്യും കാലും എല്ലാം കടിച്ചു പറിക്കും. ശരീരത്തിൽ ഭയങ്കര മുറിവായിരിക്കും. തലയൊക്കെ നിലത്തടിച്ചിട്ട് തലയ്ക്ക് ഒക്കെ നല്ല ഈ വശത്തൊക്കെ ഭയങ്കര പരുക്കായിരിക്കും. ഞാൻ വരുമ്പോൾ ദേഹത്തോടെയല്ല നിങ്ങറെല്ലാം കയറി കിടപ്പുണ്ട്, ബോധമില്ല, വില്ലുപോലെ വളഞ്ഞിരിക്കുക. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു. പുറമ്പൊക്കെ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും കൂടി അങ്ങനെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു. അവിടെ നിന്ന് എൻ്റെ ജീവിത പങ്കാളിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 9 മാസം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ ഡോക്ടർമാരുടെയൊക്കെ ചികിത്സയും മരുന്നും കൊണ്ടൊക്കെ എൻ്റെ ജീവിത പങ്കാളി വടി കുത്തിയാൽ എഴുന്നേറ്റ് നടക്കും എന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പുറമ്പൊക്കെ താമസിക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ടവർ പനയോല കൊണ്ട് ഷെഡ് കെട്ടി തറയൊന്നും കെട്ടാതെ മണ്ണെല്ലാം ചവിട്ടി അടിച്ച് നല്ല ഇതായിട്ട് ഒരടുക്കള പോലെയും ഒരു മുറി പോലെയൊക്കെ ആക്കി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ജീവിതം ആരംഭിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ എൻ്റെ മൂത്ത കുട്ടി ഉണ്ടാകുന്നത്. മോനുണ്ടായതോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിലും വലിയ പ്രശ്നമായി. കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ
നോക്കിച്ചായിരുന്നു വിവാഹത്തിന് മുമ്പ്. ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ ഈ മനുഷ്യൻ്റെ രോഗം മാറും, മക്കളുണ്ടാകുകയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇതെൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലിരുന്നു. ഇദ്ദേഹത്തിന് എന്നോട് സംശയമായി, ഭയങ്കര പ്രശ്നമായി. എന്നെ കണ്ടാൽ ഉപദ്രവിക്കും, കണ്ടാൽ കല്ലുപറിയേർക്കും. ഈ ഒരു സാഹചര്യത്തിൽ വന്നു. എൻ്റെ മോന് 6 മാസവും 14 ദിവസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ ബോധമില്ലായുള്ള ഉപദ്രവമാണ്. അങ്ങനെ എൻ്റെ ആശുപത്രി പോവുകയും ഓപ്പറേഷൻ വഴി കുഞ്ഞിനെ എടുത്തു. ആണോ പെണ്ണോ ഒന്നറിയാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് ഡോക്ടർമാരൊക്കെ കുഞ്ഞിനെ കളഞ്ഞേച്ച് പോകാൻ പറയായിരുന്നു. തൊണ്ടക്കുഴിയിൽ മാത്രമേ അനക്കമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കുഞ്ഞിനുമായിട്ട് തിരിച്ചു വന്നാലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ജോലിക്ക് പോയാൽ എൻ്റെ ഭർത്താവിന് മരുന്ന് വേണം. മരുന്നില്ലെങ്കിൽ ഒരു ദിവസം 5-6 പ്രാവശ്യം ചുഴലി ഉണ്ടാകും. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ 20-ാം പൊക്കം മുതൽ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. പണിസ്ഥലത്ത് കുഞ്ഞിനെ തൊട്ടിയിട്ട് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അതിനിടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളും വേദനകളും ഉണ്ടായി. എൻ്റെ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്നോ എൻ്റെ വീട്ടിൽ നിന്നോ ആരും വന്ന് സഹായിക്കാതെയായി. ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങി. പ്രിയമുള്ളവരെ, ചുരുക്കി പറയട്ടെ, എൻ്റെ 18 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അമ്മയായി. ഇളയ മോളുണ്ടായതോടുകൂടി എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നമായിരുന്നു. മോളുണ്ടായതോടുകൂടി അങ്ങനെ എൻ്റെ ഭർത്താവിനോടൊരു വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ നല്ലൊരു അമ്മയായിരുന്നു. ഒത്തിരി എന്നോട് സ്നേഹമുള്ളതായിരുന്നു. അമ്മ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്നോട് ഇടയ്ക്കൊക്കെ നേരത്തെ അമ്മയും ഭർത്താവിൻ്റെ പെങ്ങന്മാരും പറയുമായിരുന്നു, എൻ്റെ മകൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് നീ നരയിക്കേണ്ട, നീ കൊച്ചല്ലേ, നീ എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ പോയി ജീവിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഭർത്താവിനെ എൻ്റെ അച്ചാച്ചനെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകുകയില്ലെന്ന് പറയായിരുന്നു. ആ ഒരു വിശ്വാസം കൊണ്ട് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മച്ചി വന്ന് എൻ്റെ ഭർത്താവിനെ ഉപദേശിച്ച് ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന് 3 കുഞ്ഞുങ്ങളെ നിൻ്റെ അടുക്ക് ഇട്ടയച്ച് ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് എൻ്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒത്തിരി പിന്നീട് പ്രശ്നങ്ങളൊക്കെ മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പണിക്ക് പോയി ഒത്തിരി പട്ടിണിയാണ് കുടുംബത്ത്, ഒത്തിരി പട്ടിണിയാണ്. പ്രിയമുള്ളവർ, തുറന്നു പറയാമല്ലോ, ഇതുപോലെ മഴയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്, എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, അമ്മച്ചി അവിടെ അടുത്ത വീട്ടിലെ പിള്ളേരെല്ലാം ചായ കുടിക്കുന്നു, ഞങ്ങൾക്കും ചായ കുടിക്കണം. ചായ പാല് മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു നിർവാഹമില്ല. 6-7 രൂപ ഒരു ദിവസം കിട്ടിയാൽ ഭർത്താവിന് മരുന്ന് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മുറ്റത്തൂടെ ഇങ്ങനെ മഴ പെയ്ത് വെള്ളം ഒഴുകിപ്പോന്നു ചായ പോലെ. ഞാനത് പിള്ളേർ കാണാതെ കോരിയെടുത്ത് തിളപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. എൻ്റെ കുഞ്ഞുങ്ങൾ ആ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഞൊട്ടിക്കൊണ്ട് പിള്ളേരോട് പറഞ്ഞു, ഞങ്ങളും ചായ കുടിച്ചല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ ഈ കുഞ്ഞുങ്ങളെയായിട്ട് ജീവിക്കുന്നത്? പണി സ്ഥലത്തുനിന്നത് കയറെടുത്തുകൊണ്ട് വന്നു, 5 കയറ് കുരുക്കുണ്ടാക്കി ഞാൻ വെച്ചിട്ട്, ഞാൻ ഭർത്താവൊന്ന് ഉറങ്ങിയിട്ട് വേണം, ആദ്യമേ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കണം, അത് കഴിഞ്ഞ് ഭർത്താവിനെ കെട്ടിത്തൂങ്ങിയിട്ട് തൂങ്ങി മരിക്കണം എന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ മക്കളൊക്കെ ഒത്തിരി സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളായിരുന്നു, കൊച്ചുമോളൊക്കെ. ഞാൻ നോക്കുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഈ കുഞ്ഞിനെ എങ്ങനെ കെട്ടിത്തൂക്കും? നേരം വെളുക്കുന്നിടം വരെ പ്രിയമുള്ളവരെ ഞാൻ നോക്കിയിരുന്നുണ്ട്. അവസാനം കയറ് മാറ്റി വെക്കും. ഒരിക്കൽ ചക്കരപ്പാനി പോലെ ഉണ്ടാക്കി അതിനകത്ത് വിഷം കലക്കിയിട്ട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നേച്ച് ഞാൻ പറഞ്ഞു, പട്ടിയുടെ ഭയങ്കര ശല്യമാണ്, ഇച്ചിരി വിഷം തരാമോ എന്ന്. അന്നേരം സ്വർണ്ണം ഒരുക്കുന്ന എന്തോ വിഷം തന്നു. ഞാനിത് കലക്കി വെച്ചിട്ട് പ്രിയമുള്ളവരെ പ്ലാവല കുത്തി ഇതും കോരി പിടിച്ചുകൊണ്ടിരുന്നു കുഞ്ഞുങ്ങളുടെ വായി കോരി കൊടുക്കാൻ. നേരം വെളുക്കുന്നിടം വരെ ഞാനിരുന്ന് കരഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊല്ലാൻ തോന്നിയില്ല. അങ്ങനെ അത് കുഴിച്ചു മൂടിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ആ സാഹചര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. മൂന്നാമത്തെ കുഞ്ഞുണ്ടായി 2 മാസമായപ്പോൾ ആ കുഞ്ഞുണ്ടായി വലിയൊരു ഓപ്പറേഷനോടു കൂടിയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ ചെയ്ത മുറിവങ്ങ് പഴുത്ത് ഇങ്ങനെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുക. വയറൊക്കെ ഇങ്ങനെ ചാടി മെലിഞ്ഞ് വയറൊക്കെ ഇങ്ങനെ ചാടിയിരിക്കും. ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് വീട്ടിൽ തിന്നാനൊന്നുമില്ല. വരുന്ന വഴിക്ക് കപ്പയുടെ അരി വീണ് കിളുത്തിട്ടുണ്ട്. പറിച്ചു കഴിയുമ്പം ചെറിയ കിഴങ്ങ് കിട്ടും. ഞാനത് കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും ഇല്ല, ഒന്നും കഴിക്കാതെ ഇങ്ങനെയാണ് പാല് കൊടുക്കുക. ഈ കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് ഞാനിരിക്കുമ്പം എൻ്റെ ജീവിത പങ്കാളി അടുത്ത ആ ഷാപ്പിൽ പോയി, ചാരായ ഷാപ്പിൽ പോയി എന്തെങ്കിലും കഴിക്കും, അവർക്ക് കൊടുക്കും. കാരണം അവിടെയുള്ളവർക്കൊക്കെ എന്നോട് വിരോധമുണ്ട്. കാരണം അവിടെയുള്ള 3/4 പേരെ ഞാൻ അടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്കൊക്കെ എങ്ങനെയെങ്കിലും എന്നെ തകർക്കാൻ അവരാഗ്രഹിച്ചിട്ടാകാം എൻ്റെ ജീവിത പങ്കാളിക്ക് മദ്യം കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവർ പൈസ ചോദിച്ചു. എൻ്റെ ജീവിത പങ്കാളി പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു, 10 പൈസ പോലുമില്ല, എന്തിനാ ജീവിക്കുന്നത്, മരിച്ചാൽ മതിയല്ലോ, ഇതിലും ഭേദമെന്ന്. അപ്പം എൻ്റെ ജീവിത പങ്കാളി കുഞ്ഞിനെ എടുത്ത് നിലത്തോട്ടിട്ടിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ കാല് ശരിയാകാൻ വേണ്ടി ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ ചെരുപ്പ് കൂട്ടി എൻ്റെ വയറിട്ട് അദ്ദേഹം ചവിട്ടി.
എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചല്ല, ദേഷ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പെട്ടെന്ന് എൻ്റെ വയറിൻ്റെ കുത്തിക്കെട്ട് പൊട്ടി ബ്ലഡ് ചീറ്റി ഒഴുകാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ കരച്ചിൽ കേട്ട് അയൽക്കത്തുള്ളവരെല്ലാവരും കൂടി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് ബി നെഗറ്റീവായ രക്തം കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കിട്ടിയ രക്തം കയറ്റും തോറും അത് പോയിക്കൊണ്ടിരുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു, ഈ സഹോദരി മരിച്ചു പോവുകയുള്ളൂ, നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എന്നോട് ശകലം ഇഷ്ടമുള്ള ഒരു അനീതി ഉണ്ടായിരുന്നു, നേരെ ഇളയ അനീതിയെ. അവളെ കട്ടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടിച്ചു. അവർക്കാർക്കും വലിയ അനാചാരങ്ങളോട് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കാണാൻ വരുമായിരുന്നു. എൻ്റെ അനീതിയും എനിക്ക് വയ്യെന്നറിഞ്ഞുകൊണ്ട് അവളും ആശുപത്രി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി, അക്കരപ്പള്ളി മാതാവിൻ്റെ പള്ളി. പള്ളിയിൽ പോയി എൻ്റെ അനിയത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ചേച്ചി മരിക്കരുത്, ചേച്ചിക്ക് പകരം ഞാൻ മരിച്ചോട്ടെ. എനിക്കൊരു കൊച്ചേ ഉള്ളൂ, ചേച്ചിക്ക് 3 പിള്ളേരുണ്ട്. ആ ചേച്ചി മരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കണ്ണൻ ചിരട്ട എടുത്തുകൊണ്ട് റോഡെ നടക്കേണ്ട കാണും, അതുകൊണ്ട് ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങനെ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്ത് എന്നെ വാർഡിൽ കൊണ്ട് കടത്തിയപ്പോഴും അവളെന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടി ദൈവമില്ല, ദൈവം ഒരാളില്ല എന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ എൻ്റെ 3ാമത്തെ ദിവസം എൻ്റെ അനിയത്തി രക്തം ഛർദ്ദിച്ച് അവൾ മരിച്ചു. കുഞ്ഞിനെ 1.5 വയസ്സായ കുഞ്ഞിനെ എൻ്റെ അടുക്ക് കിടത്തിയിട്ട് അവൾ മരിച്ചു. പ്രിയമുള്ളവരെ, അന്ന് മുതൽ എനിക്ക് എല്ലാ ദൈവത്തോടും അരിശമായിരുന്നു, എല്ലാ മനുഷ്യനോടും അരിശം. ശകലം എന്നെ സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്ത എൻ്റെ അനീതി പോലും വേർപെട്ടു. അങ്ങനെ എൻ്റെ 3 മക്കളിൽ ആ മോളെ കൂടെ എൻ്റെ മകളായി, അങ്ങനെ 4 മകളായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് 3 മാസത്തേക്ക് എഴുന്നേൽക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു, നട്ടെല്ലിൻ്റെ 3 കണ്ണി അകന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിയുമ്പം ബെൽറ്റ് ഇട്ട് ആശുപത്രി കിടക്കണം, അങ്ങനെ ബെൽറ്റ് മുഖാന്തരമേ നിങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന് 20 ദിവസം ആയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ഭർത്താവിൻ്റെ വിഷമം, ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ കടന്നിട്ട് കാര്യമില്ല. 3 പിള്ളേരിൽ ഇപ്പം 4 പിള്ളേരായി. അങ്ങനെ ഞാൻ, പ്രിയമുള്ളവരെ, ഞാൻ അവിടുന്ന് പണിക്ക് പോകാൻ തീരുമാനിച്ചു. നടക്കുമ്പോൾ മുട്ടിന് താഴോട്ട് ബലമില്ല, നടക്കാൻ പറ്റുകയില്ല. കുറേ നടന്നു കഴിയുമ്പം അണയ്ക്കും, നടുവ് കഴച്ചിട്ട് ഇരിക്കാൻ പറ്റുകയില്ല, നിൽക്കാൻ പറ്റുകയില്ല. ആ സാഹചര്യത്തിൽ ജോലിക്ക് പോകാൻ ആരംഭിച്ചു. എനിക്ക് കിട്ടുന്ന ജോലി എന്ന് പറയാനായിട്ട്, ഞങ്ങൾ ചെയ്യുന്ന എസ്റ്റേറ്റിൽ ആൺകുട്ടികളില്ല, പണിക്കാർ പെണ്ണുങ്ങൾ. ഇവിടെ പ്ലാറ്റുപാറയിലെ പ്ലാറ്റുപുരത്തെ കല്ലിളക്കാനും പണിയാനും ഒക്കെ സ്ത്രീകൾ തന്നെയാണ്. ഞാനാരും മുൻപന്തിയിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രിയമുള്ളവരെ, പണി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഇങ്ങനെ കല്ലിളക്കി, കുനിഞ്ഞു നിന്ന് കല്ലിളക്കിയിട്ട് പിന്നെ എനിക്ക് നൂരാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും കാഞ്ഞിരപ്പള്ളി കുന്നലാശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ കിടന്ന് വെയിറ്റിട്ട് തലയും കുത്തി കട്ട കെട്ടി വെയിറ്റിട്ട് കുറേ ദിവസം കിടന്നു. അവിടുന്ന് തിരിച്ച് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് നല്ലവരായ നാട്ടുകാർ അവിടെ കിടന്നവരെല്ലാം പിരിവെടുത്ത് എനിക്കൊരു ബെൽറ്റ് മേടിച്ച് തന്ന് ഞാൻ ബെൽറ്റുമായിട്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം മുതൽ പണിക്ക് ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ രാവിലെ ഇങ്ങനെ കയ്യാൽ കയറി പോകണം വെള്ളം വരാനായിട്ട്. വെള്ളം കോരിക്കൊണ്ട് വന്നപ്പം 7:30 ആയുള്ളൂ. ആ നടക്കല്ലിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ ഈ കുത്തുകല്ല് കണ്ടില്ല. 6-7 കുത്തുകല്ല്, 9, 11 കുത്തുകല്ലുള്ള താഴോട്ട് ഇറങ്ങാനായിട്ട് ആ ആദ്യത്തെ കുത്തുകല്ലിൻ ആളത്ത് കാല് ചവിട്ടിയത്, കാല് വെഴുതി പോയിട്ട് തെന്നി ഈ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ബെൽറ്റ് കൂട്ടി ഈ കുത്തുകല്ലിനിട്ട് നടുവടിച്ച് ഞാൻ താഴേക്ക് വീണു. കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്നെ കാണാഞ്ഞിട്ട് പിള്ളേർ ഓടി വന്ന് വിളിക്കുമ്പം ഞാനിങ്ങനെ ചാരിയിരിപ്പുണ്ട്, തലയിൽ ചുമ്മാടിരിപ്പുണ്ട്, കലം മുന്നോട്ട് വീണ് കിടപ്പുണ്ട്. ഞാനോട് കേൾക്കാൻ തോന്നി, കേൾക്കാൻ പറ്റുന്നില്ല. അരയ്ക്ക് താഴോട്ട് മൊത്തം മരച്ചിരിക്കുവാണ്. ഞാൻ ഈ തലയിരുന്ന തോർത്തിങ്ങനെ വലിച്ച് ഈ കുത്തുകല്ലിലോട്ട് ഇട്ടിട്ട് 2 പൊട്ടിപ്പിടിച്ച് ഒരു തരത്തിൽ എഴുന്നേറ്റ് കയ്യാലെ കുടുവുരുണ്ട്. കയ്യാലോട് ചേർന്നാണ് എൻ്റെ വീട്. അതിനകത്ത് കട്ടിലില്ലാത്തതുകൊണ്ട് കപ്പിക്കൊണ്ട് ഇങ്ങനെ തട്ടുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു തരത്തിൽ ഞാൻ കയറി കിടന്നു. മലം പോകുന്നതോ മൂത്രം പോകുന്നതോ ഒന്നും എനിക്കറിയത്തില്ല. ഭർത്താവും കുഞ്ഞുങ്ങളും കരയുന്നതും നിലവിളിക്കുന്നതെല്ലാം കേൾക്കാം. കൈ പോലും ചലിപ്പിക്കാൻ പറ്റുകയില്ല. ശരീരത്ത് ഒരു ഈച്ച വന്നിരുന്നാൽ വേദനയ്ക്കും. അത്രമാത്രം അവസ്ഥയിൽ ഞാൻ അവിടെ കിടന്നു. പണിസ്ഥലത്ത് ചിട്ടിക്കൊക്കെ വരുന്ന ചെറുക്കന് അവിടെ പണിസ്ഥലത്ത് പറഞ്ഞു, ആ കൊച്ചിനെ കണ്ടില്ല, ഒന്ന് അന്വേഷിക്കാവോ? ആ ചെറുക്കൻ അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുക. ആ ചെറുക്കൻ എനിക്ക് 50 രൂപ തന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോളെയും വിളിച്ചുകൊണ്ട് ഓട്ടോയിൽ ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് കാഞ്ഞിരപ്പള്ളി ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ കയ്യെ തൊട്ടയിച്ചതാൻ മാത്രം പറഞ്ഞു, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ. മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി, മൂലാന്തണ്ടിൻ്റെ മേളിലുള്ള 3 നട്ടെല്ല് ഒടിഞ്ഞിട്ട് വാരിയല്ലിങ്ങനെ തിരിഞ്ഞിരിക്കുക.
അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. ഇനി ഒരു കാലത്തും നിങ്ങൾ നടക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതേപ്പറ്റി ഒന്ന് സീരിയസ് ഒന്നും എനിക്കറിയത്തില്ല. ഉടനെ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും പട്ടിണിയാകും, പണിക്ക് പോകേണ്ടതാണ്, എനിക്ക് പോകണം. ഡോക്ടർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കൈയുള്ള ബനിയൻ മേടിച്ച് അവരിടിച്ചിട്ട് ബനിയൻ കൂട്ടി കാലിൻ്റെ പാദം വരെ പ്ലാസ്റ്റർ ഇട്ട് അവരെ വാർത്ത് പ്ലാസ്റ്റർ ഇട്ട് ഒരു വടിക്കമ്പ് പോലെ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ അനിയത്തി ഞാനും അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ കുറേ പേര് കൂടി എന്നെ എടുത്തു കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ബസ്സിൽ ചവിട്ടുപടി കഴിഞ്ഞ് ആ തറയിൽ എന്നെ കിടത്തി. കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി കുറേ പേര് കൂടി എടുത്ത് അവിടെ ഒരു ബെഡ് ഷീറ്റിൽ കിടത്തി. എൻ്റെ അച്ഛനെ അറിയാവുന്ന അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ അവരുടെ ടാക്സിയെ കയറ്റി എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിൻ്റെ തിണ്ണെ കൊണ്ട് കിടത്തിയേച്ചു പോയി. പ്രിയമുള്ളവരെ, ഇത് കണ്ട എൻ്റെ ജീവിത പങ്കാളി കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇളയ കൊച്ച് കുഞ്ഞ് 2.5-3 മാസം അതിൽ കൂടുതലായില്ല. ഇതിനെയൊക്കെ ആയിട്ട് അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പന് അമ്മ പറഞ്ഞു ഇങ്ങോട്ട് നോക്കിക്കേ, പോരാടുന്ന ആളുകാരി ഇവിടെ തന്നെ തകർത്തേച്ച് വന്ന് കിടക്കുകയാണ്. അച്ഛൻ പറഞ്ഞ് പച്ചവെള്ളം പോലും കൊടുക്കണ്ട, ഇത് ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ക്രമേണ ചത്തുപൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട് നന്നാക്കാനെങ്ങാണ്ട് ഒരു മേശ പോലെ അങ്ങോട്ട് തട്ടിക്കൂട്ടിയൊരു സാധനത്തിൽ എന്നെ കിടത്തിയിട്ട് വീടിൻ്റെ പുറകിലായിട്ട് വരാന്തയോട് ചേർന്ന് അവിടെ കിടത്തി. മടന്നനെ ഞാൻ നനയും ആ രീതിയിൽ അങ്ങനെ കിടത്തി. പ്രിയമുള്ളവരെ, അവിടെ കിടന്ന് മലമൂത്രം പോകാനൊക്കെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് എന്തൊക്കെ ആശുപത്രിയിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിറഞ്ഞ് ഈച്ച പിടിച്ച് പുഴു വരിച്ച് എൻ്റെ ദേഹത്തോടെ ഇങ്ങനെ പുഴു വന്ന് ഇങ്ങനെ തെറിക്കുന്നത് കാണാമായിരുന്നു. പ്രിയമുള്ളവരെ, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനങ്ങനെ കിടന്നു. ഞാൻ ബോധം തെളിയുമ്പോൾ എന്നെ ഒരു സ്പ്രിങ്ങയിൽ ഇങ്ങനെ തലയും കുത്തി കെട്ടിയിട്ടിരിക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. അവിടെ ഞാൻ കടന്നു. പ്രിയവരെ, 1985 മുതൽ 90 വരെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വരേന്തയിൽ കഴിയുന്ന ഒരാളായിരുന്നു. ഡോക്ടറാൻ പഠിക്കുന്ന പിള്ളേരൊക്കെ അവർ സിനിമാ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ അത് ഞാൻ പാരഡിയായിട്ട് തിരിച്ചു പാടി കേൾപ്പിക്കുമായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഡോക്ടറാകാൻ പഠിക്കുന്ന പിള്ളേരൊക്കെ സഹായിച്ച് കമ്പിയിട്ട് 2 ക്ലച്ചസും തന്നു. അതോടൊപ്പം എൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്ന് ശോഷിച്ച് കാലൊക്കെ ഇങ്ങനെ ചുരുണ്ടുപോയി. മുട്ടിന് താഴോട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇരിക്കുന്ന ആ ഭാഗത്തിലേക്ക് വന്നു. ആ ഡോക്ടറിന് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അപ്പം നട്ടലിനൊടിഞ്ഞ ആ ഭാഗത്തിലൂടെ തലച്ചോറിലേക്ക് പഴുപ്പ് കയറാതിരിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ ഉണ്ട്, 25 രൂപയ. ആ ഇഞ്ചക്ഷൻ മുന്നുള്ള പൈസ ആശുപത്രിയിൽ തരാൻ പറ്റുകയല്ലോ. അങ്ങനെ ഞാൻ കോട്ടയം ടൗണ്, നാഗമ്പടം, യൂണിവേഴ്സിറ്റി, കട്ടച്ചിറ, ഏറ്റുമാനൂര്, കാരിത്താസ് ഈ ഭാഗത്തൂടെയെല്ലാം പകല് യാചിക്കും. കിട്ടുന്ന പൈസ കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോഴൊക്കെ അന്ന് നമുക്കറിയാം 5 പൈസയോ 3 പൈസയോ 2 പൈസയോ ഒക്കെ എടുക്കുന്ന കാലമാണ്. ഇതൊക്കെ കിട്ടും. ഇത് എണ്ണം കഴിയലാത്തതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുത്തെറിയും. തമിഴ്ക്കാർ നമ്മുടെ പ്രിയപ്പെട്ട പിള്ളേർ അത് പറക്കി കൊണ്ടുപോകും. മിക്ക ദിവസങ്ങളിലും എനിക്ക് ഇഞ്ചക്ഷൻ നടക്കുകയില്ല. ഞാൻ കഴിക്കുന്നത് ഹോട്ടലിൻ്റെ പുറകിൽ കിടക്കുന്നത്. അവർക്ക് ഞാൻ ഓർക്കുകയാണ്, ഹോട്ടലിൻ്റെ പുറകിൽ വിശന്ന് തളർന്ന് ഞാൻ ഹോട്ടലിൻ്റെ പുറകിലുള്ള ഇലയിൽ നിന്നിങ്ങനെ ഭക്ഷണം വായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ കാർക്കിച്ച് എന്നെ മുക്കിയത്. അദ്ദേഹം കണ്ടില്ല. അത് പ്രിയമുള്ളവരെ തിരിച്ചും ഛർദ്ദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് 90 ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ നട്ടലിന് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്, അത് തലച്ചോറിലേക്ക് കയറും, എപ്പോഴാണ് മരണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല എന്ന്. അങ്ങനെ അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ പടിഞ്ഞാറ്റെ ജോസ്, ഇന്നും ഇദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. പടിഞ്ഞാറ്റെ ജോസ് എന്നുള്ള മെമ്പർ അവിടെ വരികയും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചേച്ച് പറഞ്ഞു ഇന്നയാളിൻ്റെ മകളാണെന്ന്. അവിടെ ഡോക്ടറെ കണ്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു തൽക്കാലം ഒരു ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ, ഓപ്പറേഷൻ ചെയ്താലും 99% ആ വ്യക്തി രക്ഷപ്പെടുകയില്ല, തലച്ചോറിന് പഴുപ്പ് കയറാതിരിക്കും, എന്തെങ്കിലും ചെയ്തായിരുന്നു. അന്നേരം മെമ്പർ പറഞ്ഞു എങ്ങനെയും കുറച്ച് നാളും കൂടെ ആശ്രയി ജീവിക്കട്ടെ, ഞങ്ങൾ ചെയ്യാവുന്ന ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 90 മെയ് മാസം 15-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഓപ്പറേഷത്തിൻ്റെ അന്ന് പ്രിയമുള്ളവരെ, അലോപ്പതി അതുപോലെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കൂടെ അവിടെ വലിയൊരു കൂട്ടധാരണം നടത്തി. അത്യാവശ്യം ഓപ്പറേഷത്തിന് വേണ്ട ആൾക്കാരെയൊക്കെ ആംബുലൻസിൽ വേറെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞ് നിൻ്റെ കാര്യം കുഴപ്പമില്ല, ഒരാഴ്ചയോടെ കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ 90 മെയ് മാസം 22-ാം തീയതി ഒരു ചൊവ്വാഴ്ച ദിവസം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു.
അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ മക്കളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി, ഞാനൊന്ന് പോയി കണ്ടോട്ടെ. ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒന്നും ഇവിടെ വന്ന് കണ്ടിട്ടില്ല, പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കരഞ്ഞപ്പോൾ പറഞ്ഞു, പൊയ്യേച്ചു വാ, ഇന്ന് 15-ാം തീയതിയാണ്, 18-ാം തീയതി നീ തിരിച്ചു വരണമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ വന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ സ്റ്റാൻഡിൽ വന്നു. ആദ്യമേ ഒരു ബസ്സിൽ കയറി 3 രൂപ 60 പൈസ എനിക്ക് കിട്ടി. രണ്ടാമതൊരു ബസ്സിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അരക്ക് താഴോട്ട് തളർന്നു പോയി, വടിയാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അടുത്ത ബസ്സിൽ കയറി ചവിട്ടുപടി എന്നുകൊണ്ട് ഒരു മനുഷ്യൻ്റെ നേരെ ഞാൻ കൈ നീട്ടിയപ്പോൾ ഇദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ, സന്ധ്യയാകുമ്പം ഇറങ്ങി വാ, കൈ നിറച്ച പൈസ തരാമെന്ന്. ഇത് കേട്ട ഞാൻ വിചാരിച്ചു, ഞാനിതൊക്കെ അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ആ ഒരവസ്ഥയായിരുന്നു. ഞാൻ അവിടെ നിന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനു ജീവിക്കുന്നു? 99% ഞാൻ രക്ഷപ്പെടുകയില്ല, പിന്നെന്തിനാ ഡോക്ടർമാരെ എല്ലാം കഷ്ടപ്പെടുന്നത്? റോഡിലിറങ്ങി ഞാൻ വിചാരിച്ചു, ബസ്സിൻ്റെ മുമ്പിൽ ചാടാം. ബസ്സിൻ്റെ മുമ്പിൽ ചാടാൻ ഞാൻ ഓർത്തു, അങ്ങനെ ബസ്സിൻ്റെ മുമ്പിൽ ചാടുവാണെങ്കിൽ ഡ്രൈവർ ഈ ജോലി ചെയ്താണ് അങ്ങേര് ജീവിതം പോറ്റുന്നത്. ഞാൻ മുമ്പിൽ ചാടി വല്ല കേസ് വല്ലതുമായ അങ്ങേരുടെ ജീവിതം പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു, ആർക്കും ഒരു ദോഷം ഉണ്ടാകുകയില്ല. പിന്നെ അത് യൂണിവേഴ്സിറ്റി വഴി, ഏറ്റുമാനൂർ വഴി കോട്ടയത്തിന് വരുന്ന ബസ്സിൽ ഞാൻ കയറി യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ഇടത് ഭാഗത്തൂടെ കുറച്ച് താഴോട്ട് നടന്നു പോകുമ്പോൾ കൊങ്ങിണിക്കാട് കൊണ്ട് വഴി ഇങ്ങനെ കെട്ടില്ല. ഇന്നിപ്പം അവിടെ ഗേറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇറങ്ങി താഴോട്ട് പോയാൽ ട്രെയിൻ താഴെക്കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്ന ആ സമയത്ത് ട്രെയിൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ തിട്ടിലെ നിന്നിട്ട് ഇവിടെ കോട്ടയം നാഹുമ്പടത്തു നിന്ന് പച്ചക്കൊടി കാണിച്ച് ട്രെയിൻ അവിടുന്ന് യാത്രയാകുന്നത് അവിടെ നിന്നാൽ കാണാം. ഞാൻ ഇറങ്ങിപ്പോകാനിങ്ങനെ കുത്തുകല്ലുണ്ട്, കുത്തുകല്ലിൻ്റെ 3ാമത്തെ കുത്തുകല്ല് ഇറങ്ങി നിന്നിട്ട് എൻ്റെ വടിയെല്ലാം ഭിത്തിയെ വെച്ചു. ട്രെയിൻ അടുത്ത് വന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് അക്കരപ്പള്ളി മാതാവിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, അക്കരപ്പള്ളി മാതാവേ, എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണമേ, ഞാൻ മരിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിയാടി. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഓർക്കുന്നു, എൻ്റെ മുഖത്തെല്ലാം പുകയടിച്ച് ഈ ട്രെയിൻ പാഞ്ഞങ്ങ് പോയി. എൻ്റെ പുറത്ത് കൂട്ടി ആരോ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ തിട്ടിലെ പിടിപ്പിച്ച് നിർത്തി. ഞാൻ നോക്കുമ്പോൾ 1 അടിയിലധികം പൊക്കമുള്ള ഒരു വെള്ളക്കാരൻ, സായിപ്പിനെ പോലെ ഒരു വെള്ളക്കാരൻ നിൽക്കുകയും താടി മുടി ഇങ്ങനെ വളർത്തി വീരിയിട്ടിട്ടുണ്ട്. കാവി പോലെ ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. കണ്ണ് പച്ചയോ വെള്ളയോ നീലയോ എന്ന് പറയാൻ പറ്റിയല്ലോ, ഒരു പ്രത്യേകതരം കണ്ണാണ്. ഞാനത് മറക്കത്തേയില്ല. എന്നിങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് അടിച്ചല്ലോ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പോവുക, അയർക്കുന്നന്ന് ചെല്ലുമ്പം നിന്നെ ഒരു സിസ്റ്റർ സഹായിക്കും. അവിടുന്ന് അധികം ദൂരമല്ല അയർക്കുന്നതിന്. ഈ വടിയെടുത്ത് എൻ്റെ കയ്യിൽ കൂടുമെല്ലാം കൂടെ എടുത്ത് തന്നു. ഞാൻ 1-2 അടി നടന്നേച്ച് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പം ആ മനുഷ്യനെ കണ്ടില്ല. 2 കിലോമീറ്റർ അപ്പുറം നിന്നാൽ കാണാം, അത്രയും വലിയ മനുഷ്യനാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു കേട്ടുകൊണ്ട് ഭൂതത്തെക്കുറിച്ച് ഞാനടുത്തു വല്ല ഭൂതമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നടന്ന. പ്രിയമുള്ളവരെ, 5 മണി സമയം കഴിഞ്ഞപ്പം അയർക്കുന്നതെന്ന് ചെല്ലുമ്പോൾ ഇന്നുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി നിന്ന് ഒരു പോസ്റ്റ്, സിമെൻറ്റ് പോസ്റ്റ്, ആ പോസ്റ്റ് ചാരി ഒരു 6 അടിയിൽ പൊക്കമുള്ള മെലിഞ്ഞ ഒരു സുന്ദരിയായ ഒരു സാഹിബിനെ, മാതാമെ പോലെ ഒരു സിസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. കറുത്ത തലമുണ്ട്, ചാര കളറ് ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ സിസ്റ്ററെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ കാഞ്ഞിരപ്പള്ളിക്ക് പോകാനാ, ഇതിലുള്ള ബസ്സൊന്നും അറിയത്തില്ലെന്ന്. സിസ്റ്റർ എന്നെ അവിടുന്ന് കയറ്റി, കിരൺ എന്ന പേരുള്ള ബസ്സിൽ കയറ്റി. എനിക്ക് ഇങ്ങനെ സ്റ്റീറ്റേ കയറിയാൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഡ്രൈവർ ഇരിക്കുന്ന തൊട്ട് പുറകിൽ കമ്പിയെ പിടിപ്പിച്ച് എന്നെ നിർത്തി. അന്ന് ഇവരോടൊന്ന് നന്ദി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു കൊടുത്തു. തിരിഞ്ഞു നോക്കിയപ്പം അവരെ കണ്ടില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നവരോട് പറഞ്ഞു, എന്നെ ഒരു കന്യാസ്ത്രീ എവിടെ കൊണ്ടുപോയിട്ടത്, നിങ്ങൾ തന്നെയല്ലേ വന്ന്, ഞങ്ങൾ കണ്ടില്ലെന്ന്. അപ്പം ഞാനോർത്ത് ഇവർക്ക് എന്നാ, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, നിങ്ങൾക്കോ കുഴപ്പമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാനേ കണ്ടുള്ളൂ ആ കന്യാസ്ത്രീയെ, അവരാരും കണ്ടില്ല. അങ്ങനെ രാത്രി 9 മണിയായപ്പം എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ ഞാൻ കയറി ചെന്നു. എന്നെ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, നീ മരിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അടുക്കള ഭാഗത്തോട്ട് ചെന്നു. വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ കുറച്ച് കഞ്ഞിയും വെള്ളവും എല്ലാം കൂടെ ഒരു പാത്രത്തിനകത്ത് തന്നു. അത് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ഓപ്പറേഷൻ നടക്കേണ്ടത് അമ്മേ, ഇനി 22-ാം തീയതി ഓപ്പറേഷൻ നടക്കുന്നത്, എനിക്ക് ആരുമില്ല, അമ്മ വരുമോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയാലോ, പട്ടിയെ കുഴിച്ചിടുന്ന പോലെ ആരെങ്കിലും കുഴിച്ചിട്ടോളൂ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വിളിപ്പിച്ചു. ഈ പടിഞ്ഞാറ്റിൽ ജോസിന് കൊടുക്കാൻ കത്ത് ഡോക്ടർ തന്നിട്ടായിരുന്നു. ഞാനൊരു നടന്ന് അദ്ദേഹത്തിൻ്റെ അവിടെ കൊണ്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന് മേടിച്ചോണ്ടേനെ എന്ന്. അവിടുന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് പോവാം.
പ്രിയമുള്ളവരെ, ഒരമ്മമാരും സഹിക്കുകയില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. മൂത്ത മോനാണെങ്കിൽ ഒലയിലെങ്ങാണ്ട് വീണതാണ്. അത് ചന്തിയെല്ലാം പടുത്തിട്ട് നമുക്കറിയാം, ചേന ചെത്തിയിട്ട് ചുമന്ന ചാറൊഴിച്ച് വിടുന്ന പോലെ പുറമെല്ലാം അതുപോലെ. രണ്ടാമത്തെ മോൻ്റെ ദേഹവും തലയെല്ലാം ചൊറിയ. പിള്ളേരടുക്ക വരുമ്പോൾ ഭയങ്കര ദുർഗന്ധം, കുളിപ്പിച്ചിട്ടുമില്ല. അമ്മച്ചിക്ക് ഞങ്ങളെ വേണ്ടേ. മൂത്ത മകൻ എന്നെ മനസ്സിലായി, അമ്മച്ചിക്ക് ഞങ്ങളെ വേണ്ടേ, ഞങ്ങളെ കൊന്നു കളഞ്ഞേരെ അമ്മച്ചി, പാപ്പന്മാരെല്ലാം ഞങ്ങളെ എടുത്ത് ഒലയിലെടുത്തിടും എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റുകയില്ല. വടി വിടുന്നതിനപ്പുറം പ്രിയമുള്ളവരെ, അതിനോടൊപ്പം ഞാൻ വീടും. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ തിരിച്ചു പോരുക. ഇനി ജീവിച്ചിട്ടൊരു കാര്യമില്ല, മരിച്ചിട്ടോ ഉള്ളമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു തിരിച്ചിങ്ങോട്ട് വന്നേക്കല്ലെന്ന്. അപ്പോൾ ഞങ്ങൾ വേറെ താമസിക്കുന്നിടത്ത് അവിടെ ചെന്നപ്പോൾ തൂണ് മാത്രമേ ഉള്ളൂ, മണ്ടയെല്ലാം പോയി. ഇങ്ങനെയൊക്കെ തൂണെ ചാരി ഞാൻ നിന്നു, കുറേ നേരം നിന്നു. ഇങ്ങനെ വന്നെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ വീടിന് താഴെയുള്ള ഒരു സഹോദരി, ക്രിസ്ത്യാനിയാണ്, ബെൽസി എന്ന പേരുള്ള സഹോദരി, എന്നെ വന്ന് വിളിച്ചു. എടി, ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന നടക്കുക, നീ വരാൻ പറഞ്ഞു. അവർ നിർബന്ധിച്ച്, നീ കഷ്ടപ്പെടേണ്ട, നിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് 5-6 പേര് കൂടി എന്നെ എടുത്തുകൊണ്ട് പോയി. അവരുടെ വീട്ടിൽ ജനലോട് ചേർത്ത് നിർത്തിയിട്ട് ഡെസ്ക് ഇങ്ങനെ ചേർത്തിട്ടു, ഞാൻ വീഴാതെ. ഞാൻ നോക്കുമ്പോൾ ഒരു മേശപ്പുറത്ത് അപ്പറേപ്പറയും കുരിശ് പിന്നെ തിരി കെട്ടി വെച്ചിട്ടുണ്ട്. നടുക്കൊരു കുരിശ് രൂപം. 3-4 ആണുങ്ങളേ ഉള്ളൂ, ബാക്കി 10-50 പെണ്ണുങ്ങളുണ്ട്. എല്ലാവരും കൂടെ ഏതൊക്കെ പുറപുറത്തിട്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അടുക്കത്തപ്പെടുത്തുന്നു പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, ഞാനതെല്ലാം കേട്ടു. അവർ 2 ബിസ്ക്കറ്റും ചായയും കൊണ്ട് തന്നു. പ്രാർത്ഥന കഴിച്ച് ഞാൻ മേടിച്ച് കാരണം ഓടയിൽ കിടക്കുന്ന തിന്നുന്നവള, അത്ര അഹങ്കാരമായിരുന്നു എനിക്ക്. ഞാൻ അവരോട് മേടിച്ച് കഴിച്ചില്ല. ഇത്തിരി പ്രാർത്ഥനയ്ക്കൊന്നും എന്നെ ഇങ്ങോട്ട് ഇങ്ങനെയല്ല പറഞ്ഞ്, വേറെ വാക്കില്ല ഞാൻ പറഞ്ഞു, ഇത്തിരി പ്രാർത്ഥനയ്ക്കൊന്നും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവർ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ അവിടെ വിട്ടു. അന്ന് വൈകിട്ട് പ്രിയമുള്ളവരെ, മരിക്കാൻ അന്നും സാധിച്ചില്ല. 18-ാം തീയതി ഡോക്ടർ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് 18-ാം തീയതി ഞാൻ നോക്കുമ്പം ഈ വടിയെല്ലാം പിടിച്ച് എൻ്റെ കഷത്തിലെ തൊലിയെല്ലാം പോയിട്ട് ഇങ്ങനെ ക്ലച്ചസ് പിടിക്കത്തില്ല. ആ ഒരവസ്ഥയിൽ ഞാൻ നിന്ന് 18-ാം തീയതി പോയില്ല. 19-ാം തീയതി പ്രിയമുള്ളവരെ, അന്നും പോകാൻ പറ്റില്ല. 19-ാം ഞാൻ ചിന്തിച്ചു, ഇന്ന് ഞാൻ മരിച്ചിരിക്കും, എന്നാ പറഞ്ഞാലും ഞാൻ മരിക്കും. ആരൊക്കെ അവിടെ വന്ന് പാറമട അവിടെ ഇരുന്നാലും ഞാൻ പാറമടയിൽ എടുത്ത് ചാടി മരിക്കും. ആ ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓർത്ത് ചാറ്റമഴയാണ് കരഞ്ഞിങ്ങനെ ഞാൻ ഈ തൂണയിലിങ്ങനെ ചാരി നിന്ന് ഒരു മഴയെ നനയാതിരിക്കാൻ വേണ്ടി ചേമ്പൽ വെട്ടി തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കും, ചാരി നിന്ന് കണ്ണടച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത്. അപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ കണ്ണടഞ്ഞു പോയി, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിലും. പ്രിയമുള്ളവർ, ഇരുട്ടിൽ ഞാൻ കാണുന്നത് 100 കണക്കിന് ട്യൂബ് ഇട്ടാൽ എങ്ങനെയാണ് പ്രകാശം, ഭയങ്കര ഒരു പ്രകാശം. കണ്ണ് തുറന്നതിന് നോക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഒരു മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഒഴുകി, വെള്ളമെല്ലാം കൂടെ ഒഴുകി വീടുകളും കന്നുകാലികളും ഒക്കെ ഇങ്ങനെ ഒഴുകിപ്പെടുന്നത് ഞാൻ കാണുക. കണ്ണ് തുറക്കാനും പറ്റുന്നില്ല. പിന്നെ ഇടിഞ്ഞ് വന്നിടത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി, വെള്ളം ഇങ്ങനെ സമുദ്രം പോലെ കിടക്കെ. അപ്പോൾ വെള്ളത്തിൻ്റെ മീതെ ആ ഇടിഞ്ഞ ഭാഗത്തു നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക. അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വെള്ളം ഉടുപ്പിട്ടിരിക്കുന്നുണ്ട്, ചുമന്ന അരക്കെട്ട്, റോസോ മെറൂനോ മഞ്ഞയോ ഇങ്ങനെ തോന്നിക്കുന്ന പ്രത്യേക കളറുള്ള ഒരു ഷോള് പുതച്ചിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിപ്പോയിട്, കൈ ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ ചോര എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. 3-4 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷേ എനിക്ക് മരിക്കണമെന്ന് തോന്നിയില്ല. 100 കണക്കിന് അമ്മിക്കല്ല് കിട്ടിയാൽ അരയിൽ അങ്ങനെ അതുപോലൊരു ഭാരമായിരുന്നു. ആ ഭാരം മാറിപ്പോയ പോലെ എനിക്ക് തോന്നി. പിന്നീട് എന്നോട് പറഞ്ഞത്, നാളെ കാണാമെന്ന്, നമുക്ക് നാളെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് 20-ാം തീയതി. അതിനോടിടയ്ക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോഴത് രക്തം തന്ന് സഹായിച്ച ഒരു കുടുംബമുണ്ട്, മടുക്കുകുടി കുടുംബം, ആനക്കല്ലിൽ. ഞാൻ അവരോട് പോയി മരിക്കുന്നതിന് മുമ്പ് ഞാൻ നന്ദി പറയാനായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടപ്പോഴേ അവിടുത്തെ ചേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ ഒരു 22-കാരൻ്റെ കൂടെ ഒളിച്ചു പോയെന്നാണ് നിൻ്റെ വീട്ടുകാർ പറഞ്ഞതെന്ന്. എൻ്റെ അവസ്ഥയോർത്ത് ആ പ്രിയപ്പെട്ടവർ കരഞ്ഞു. ആ ചേച്ചി എന്നെ തേച്ച് കുളിപ്പിച്ച് സാരിയൊക്കെ ഉടുപ്പിച്ചു, വേറെ സാരിയും തന്നു. ഞാൻ ഉടുത്തിരുന്നത് പ്രിയമുള്ളവരെ ഒരു സാരിയുടെ 1/3 കഷ്ണം, ഒരു മുഷിഞ്ഞ ഒരു ഷർട്ടായിട്ടിരുന്നത്. അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല, ഒത്തിരി മുടി ഉണ്ടായിരുന്നു. മുടി ഇങ്ങനെ കോതി ഇങ്ങനെ ഇടും, നാണം മറക്കാനാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവരെന്നെ കുളിപ്പിച്ച് എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഈ ബെൽസിയുടെ വീട്ടിൽ ചെന്നപ്പോഴും അവരും പറഞ്ഞു, പാലായ്ക്കടുത്ത് പൈകയിൽ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ നടത്തുന്ന ഒരു ബൈബിൾ കൺവെൻഷനുണ്ട്, മോള അതിന് പോകണം.
20-ാം തീയതിയാണ് തുടങ്ങുന്നത്. 20-ാം തീയതി ഒരു ദിവസം കൂടിയിട്ട് 21-ാം തീയതി മെഡിക്കൽ കോളേജിൽ പോകാം. 22-ാം തീയതി ചൊവ്വാഴ്ച നിൻ്റെ ഓപ്പറേഷൻ നടക്കുമെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ജോയിച്ചാനും തെയ്യാൻ ചേച്ചിയും എന്നോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ച് പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, അന്ന് വൈകിട്ട് തന്നെയാണ് ഞാൻ മരിക്കാൻ തുടങ്ങിയത്. പിറ്റേ ദിവസമാണ് കണ്ടുമുട്ടാമെന്ന് വെള്ളത്തിലൂടെ നടന്നു വന്ന ഈ അച്ഛൻ പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ പോരാനായിട്ട് ഇറങ്ങിയപ്പം എൻ്റെ ഇളയ ആങ്ങൾ കുറേ പാക്കും എല്ലാം കൂടെ അടയ്ക്കെല്ലാം കൂടെ വിറ്റ പൈസ എൻ്റെ ഇങ്ങോട്ട് തന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് റോഡിലിറങ്ങി. പ്രിയമുള്ള സാധാരണ ബസ്സുകാരൊന്നും എന്നെ കേട്ടത്തില്ല. കാരണം ഞാൻ കയറുമ്പോൾ പോർട്ടർ എന്നെ പിടിച്ചു കൊണ്ടുപോയി ഈ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ പുറകിൽ കമ്പിയെ പിടിപ്പിച്ച് നിർത്തണം, അല്ല ഞാൻ വീണ് പോകും. എനിക്കൊന്നും എത്ര സീറ്റ് കിട്ടിയാലും എനിക്കിരിക്കാൻ പറ്റുകയില്ല. ആ സാഹചര്യത്തിലെ പ്രിയമുള്ളവരെ, കപ്പാട് വഴി പൈക വഴി പോകുന്ന ഒരു ബസ്, പാലാ ബസ് കിട്ടി. അങ്ങനെ പൈകയിൽ ചെന്നു. ആൾക്കാരിലെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ആരെങ്കിലും എന്നെ തട്ടി നിലത്ത് വീണാൻ എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ പറ്റുകയില്ല. ആരെങ്കിലും എന്നെ ഏൽപ്പിച്ച് വിടണം. ആ സ്ഥിതിയിലാണ് ഞാനിവിടെ ഇറങ്ങി. അപ്പോൾ ഞാൻ കേൾക്കുകയാണ്, സ്റ്റേജിൽ കറുത്ത് വണ്ണമൊക്കെയുള്ള താടിയുള്ള ഒരച്ഛൻ മൈക്കുമായിട്ട് നിൽപ്പുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അനേക രോഗികളിലൂടെ കടന്നു വന്നിട്ടുണ്ട്, കരങ്ങളുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാമെന്ന്. ഞാൻ വിചാരിച്ച ബെൽസിയുടെ വീട്ടിൽ ചെന്നപ്പം ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന ആയിരിക്കും ഇവിടെ പറയുന്നത്. ഇന്നിവിടെ കൂടിയേച്ച് നാളെ പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയമുള്ളവർ ഞാൻ ഇറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാളണ്ടിയേഴ്സ് എല്ലാം കൂടെ വന്ന് എന്നെ താങ്ങി പിടിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചു, റോഡിന് മേളിയാണ് പള്ളി, റോഡിന് താഴെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് പന്തൽ കെട്ടിയിട്ടിരിക്കുന്നത്. ഭയങ്കര മഴ നടക്കുക. ഇറങ്ങി ഞാൻ നടക്കലിൻ്റെ ഭാഗത്ത് ചെന്നപ്പോൾ പ്രിയമുള്ളവരെ, വീണ്ടും അച്ഛൻ പറയുകയാണ്, നമുക്ക് കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കാമെന്ന്. എന്നിട്ട് പറയുകയാണ്, യെശയ്യാ 49:15, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. ഇങ്ങനെ ഞാൻ കേട്ടു. അങ്ങനെ ആ വചനം കേട്ട് എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. മുലപ്പാൽ തരേണ്ട എൻ്റെ അമ്മ എനിക്ക് മുലപ്പാൽ തന്നിട്ടില്ല. അതോർത്ത് വിഷമിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ 3-ാമത്തെ നടക്കലിൽ നിന്ന് 4-ാമത്തെ നടക്കലിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ വീണ്ടും ഞാൻ കേൾക്കുക, സങ്കീർത്തനം 27:10, നിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ പ്രിയപ്പെട്ടവരും നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, ആ വചനം ഭയങ്കര കൂടം പോലെ എൻ്റെ ചങ്കിലേക്ക് ആടുന്നിറങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചയ്ക്ക് കരയാൻ തുടങ്ങി. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. പെറ്റമ്മയും അപ്പനും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ചു. ഇവരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തതാണോ നസ്രാണി ദൈവം എന്ന് ഞാൻ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, അവർ ഹോളിലോട്ട് കൊണ്ടുപോയിട്ട് പുറത്തൊക്കെ മഴ നടക്കുന്നതുകൊണ്ട് ധ്യാനകൂടിൻ്റെ നടുക്കൊണ്ട് ഇങ്ങനെ ഓട കെട്ടിയിട്ടുണ്ട്. വെള്ളമല്ല, ഇങ്ങനെ ചള്ളവെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ അരിയെ കൊണ്ട് ഇവരങ്ങ് നിർത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഞാൻ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ കൺവെൻഷന് വന്നിരിക്കുന്നത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ഭയങ്കരമായിട്ട് സ്തുതിക്കുക. ഞാൻ വിചാരിച്ചു, ഈ സ്റ്റേജിന് അവിടെ വന്ന് കർത്താവ്, നസ്രാണിയുടെ ദൈവം കർത്താവ് അവിടെ വന്നിട്ടുണ്ട്, കർത്താവിനെ കണ്ടോണ്ടാണ് ഇവർ നിലവിളിക്കുന്നത്. ഞാനും എന്ത് വിചാരിച്ചു, കൈ എനിക്ക് ഉയർത്താൻ പറ്റുകയില്ല. വടി കൂട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനും കണ്ണടച്ച് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് വെച്ചപ്പോൾ ഞാൻ തലേദിവസം കണ്ടതുപോലെ ഭയങ്കരമായിട്ട് കണ്ണടഞ്ഞു പോയി. കണ്ണടച്ചിട്ട് ഞാൻ കാണുന്നത് നീലപ്രകാശം പോലെ എൻ്റെ മുഖത്തോട്ട് ഇരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പ്രകാശത്തിന് കാണുന്നത് കറുത്ത വളഞ്ഞ ഒരു വടി. എൻ്റെ വടി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കി. ഞാൻ വിചാരിച്ചു, വടി കുത്തി വന്ന എനിക്ക് നസ്രാണി ദൈവം ഒരു വടി തരുമായിരിക്കുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ കേൾക്കുക, സ്ത്രീയെ വടിയെ പിടിക്കാൻ. ഞാൻ ചിന്തിച്ചു, റോഡിൻ്റെ മേളിലും സിമിത്തേരിക്ക് അപ്പുറയാണ് പുരുഷന്മാർ, ഇവിടെയൊന്നും പുരുഷന്മാരില്ല. പിന്നെ ഞാൻ കേൾക്കുകയാണ് പ്രിയമുള്ളവരെ, ആ സ്വരം നമുക്ക് വിവരിക്കാൻ പറ്റുകയില്ല. പ്രത്യേക ഒരു സ്വരത്തിൽ എന്നോട് പറഞ്ഞു, സ്ത്രീയെ വടിയെ പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കൈക്ക് ബലമില്ലല്ലോ, വിശ്വസിച്ചും കൂടി പിടിക്കാൻ പറഞ്ഞു. ഞാൻ പ്രിയമുള്ളവരെ 2 വടിയും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഈ വടിയുടെ അറ്റത്ത് പിടിച്ചു. വടിയുടെ അറ്റത്ത് പിടിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാനാണ് പാവി, അപ്പനും അമ്മയൊന്നും പാവിയല്ലെന്ന്. ആ വടിയെ പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവെ ഞാൻ പാവിയാണ്. കർത്താവെ, ഞാൻ അങ്ങേ കണ്ടെങ്കിൽ 1000-ങ്ങളെയും 10,000-ങ്ങളെയും അറിയിക്കും എന്ന് ഞാനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞുപോലെ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയി. നോക്കുന്നു, കാണുമ്പോൾ ഈ അജാനുബഹുവായ വലിയ മനുഷ്യൻ നിൽക്കുന്നു. കുഞ്ഞാടിനെ പിടിച്ചിട്ടുണ്ട്. വടി പിടിച്ചിരിക്കുന്ന വടിയുടെ അറ്റത്താണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. വെള്ള ഉടുപ്പാണ്, മെറൂൺ പോലെ വലിയൊരു ഷോള് ഇങ്ങനെ പൊതിച്ചിട്ടുണ്ട്. കുഞ്ഞാട് ചവയ്ക്കുന്നതും ചെവി അനക്കുന്നതും വാല അനക്കുന്നതും എല്ലാം ഈശോയെ ഇങ്ങനെ മുത്തുന്ന പോലെ ഒക്കെ, ഇങ്ങനെ താടിയാലൊക്കെ ഇങ്ങനെ മുത്തുന്ന പോലെ ഞാൻ കണ്ടു. എന്നിട്ട് ആ വടിയിൽ നിന്ന് വിട്ടിട്ട് എൻ്റെ നേരെ ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, നീ എൻ്റെ ഇടയതിയാകുക, അനേക ജനതകൾക്ക് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു. വിജ്ഞാനിൽ നിന്നും വിവേകത്തിൽ നിന്നും മറച്ചു വെച്ച രഹസ്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. നീ 1000-ങ്ങളെയും 10,000-ങ്ങളെയും എൻ്റെ നാമത്തിൽ നേടിയെടുക്കാം എന്ന് പറഞ്ഞ് തൊട്ട നിമിഷം
കരണ്ട് പോലൊരു ശക്തി എൻ്റെ ശരീരത്തേക്ക് പാസ് ചെയ്തിട്ട് ബെൽറ്റ്, ഈ കമ്പിയും ബെൽറ്റും എല്ലാം പൊട്ടി വീണിട്ട് കാലിനിങ്ങനെ ഞൊട്ട കേട്ടുകൊണ്ട് ചുരുണ്ടിരുന്ന കാല് നുപർന്ന് ഞാൻ സ്പ്രിങ് പോലെ അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. അടുത്ത് നിൽക്കുന്നവരെല്ലാം ഇത് കണ്ടിട്ട് പാറിക്കൊണ്ട് എല്ലാവരും ഹല്ലേലൂയ വിളിച്ച് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു സ്തുതിപ്പ് നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കുക, 4 ബെൽറ്റിട്ടോട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 3 പേര് സഹോദരന്മാരാണ്. ഒരാളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, 2 പേര് മാനസാന്തരപ്പെടാനുണ്ട്. അതിലൊരു വിജാതിയിൽപ്പെട്ട സ്ത്രീയാണ്. പൊന്നമ്മ അവൾ പറഞ്ഞു 6 വർഷമായി നടുവുടിഞ്ഞ് അരക്ക് താഴെ തള്ളുന്ന ബെൽറ്റിട്ട് വന്ന് അവളെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. അവളോട് കർത്താവ് പറയുന്നു, 2 നേരം ബൈബിൾ വായിക്കുക, കർത്താവിൻ്റെ പ്രേക്ഷകരെ ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിനേറ്റാമെങ്കിൽ പാവിയായി നിന്നെ എന്തുകൊണ്ട് കുരിശിലേറ്റിക്കൂടാ എന്ന് ചിന്തിക്കാൻ. പ്രിയമുള്ളവരെ, പറഞ്ഞ നിമിഷം എനിക്ക് മനസ്സിലായി, ഞാൻ പുറത്തോട്ട് ഇങ്ങനെ തടി നോക്കിയപ്പോൾ നട്ടല്ലൊടിഞ്ഞിങ്ങനെ വാരിയല്ല ഇങ്ങനെ പൊങ്ങിയിരുന്നത് കാണാനില്ല. കാലിലിട്ട് തൊട്ട് നോക്കിയപ്പം ഇനി ഞുള്ളി നോക്കിയിട്ടൊക്കെ നല്ലപോലെ സ്പർശനമുണ്ട്, അറിയാം. ഞാനൊന്ന് ചാടി നോക്കി, അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന്. ഞാൻ ബെൽറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് അച്ഛൻ പ്രൈസിലോടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു. പ്രിയമുള്ളവരെ, സ്റ്റേജിൻ്റെ 10-20,000 പേരിരിക്കുന്നതിൻ്റെ പുറകിലായിരുന്നു ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വീണ് അൽത്താരയുടെ ഭാഗത്ത് ചെന്നു. അന്ന് ഊരാളിക്കലെന്ന് പറഞ്ഞ ഒരു അച്ഛനായിരുന്നു അവിടുത്തെ വികാരിച്ചൻ. അച്ഛൻ ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. പൊന്നമ്മയെന്ന് പറഞ്ഞ് സുഖപ്പെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പഴയ നായ്ക്കപ്പച്ചനെ വിളിച്ചു. ഈ ചള്ളയൊക്കെ കുടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ പലകം കൊണ്ട് തട്ടുപോലെ കിട്ടിയായിരുന്നു സ്റ്റേജ്. അവിടെ വലിച്ചു കയറ്റി. എന്നാ പറയാനുണ്ടെന്നതിൻ്റെ എൻ്റെ മൈക്ക് തന്നു. പ്രിയമുള്ളവരെ, ആ സമയം എനിക്കുണ്ടായ അനുഭവം ഞാനോട് പങ്കുവെക്കുകയായിരുന്നു. അവിടെ കൂടിയ ലക്ഷങ്ങൾ എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു ആ സമയം സ്കൂളിൻ്റെ വരാന്തയിൽ കൊണ്ടക്കെടുത്തിരുന്ന 6 തളർവാദ രോഗി. ഇന്നും നായ്ക്കച്ചനും പനക്കലച്ചനും സാക്ഷ്യപ്പെടുത്തവും പറയാറുണ്ട്, ഒരു തളർവാദ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ 6 തളർവാദ എഴുന്നേറ്റ് വന്ന് സ്റ്റേജിൽ വന്ന് അവരെ പൊക്കിയെടുത്തു വന്ന്. പ്രിയമുള്ളവരെ, ആ ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അന്ന് അച്ഛൻ പറഞ്ഞു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, 6 വർഷമായിട്ട് ഇരിക്കാത്ത ഞാൻ ആ ചള്ളക്കകത്ത് കുത്തിയിരുന്ന വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്രകാരമുള്ള മാതാപിതാക്കളെ കർത്താവ് തന്നതാ. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഗുരുവായപ്പോൾ എൻ്റെ കർത്താവ് എന്നെ അറിഞ്ഞിരുന്നോ? ഇപ്രകാരമുള്ള മാതാപിതാക്കളെ തന്നുകൊണ്ട്, ഇതുപോലെ വയ്യാത്ത ഒരു ഭർത്താവിനെ കിട്ടിയുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ എൻ്റെ രക്ഷകനെ കണ്ടുമുട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവിടെ വെച്ച് തന്നെ എൻ്റെ മാതാപിതാക്കളോട് ക്ഷമിച്ചു, എല്ലാവരോടും ക്ഷമിച്ചു, മാപ്പ് കൊടുത്തു. പ്രിയമുള്ളേ, അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ആനക്കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഒത്തിരി ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഞാനോർത്ത് പാർലമെൻറ്റ് വോട്ട് നടക്കുക, അതുകൊണ്ട് വല്ല മീറ്റിങ്ങുമായിരിക്കുന്നു. പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടിയ കാര്യം അവിടെയുള്ളവരെല്ലാം അറിഞ്ഞു. അവിടെ ഒരു മുസ്ലിം അണ്ണന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കൂനിപ്പോയായിരുന്നു. അങ്ങനെ ഒരു മടക്കട നടത്തുന്ന എന്നെ എല്ലാവരും പൊന്നൊന്നാണ് വിളിക്കുന്നത്. പൊന്നു, നിനക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്നെ തൊട്ട നിമിഷം ആ മനുഷ്യൻ നൂർന്നു. അവിടെ ആൾക്കാരെല്ലാം ഓടിക്കൂടി പിടിച്ച് വലിച്ച് അവിടുന്ന്. പ്രിയമുള്ളവരെ, ഞാൻ നടന്ന് 2.5 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്ക് നടന്നു ചെന്നു. അതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് ബസ് ഒരു കാലയിൽ കൂടെ കയറി ഇറങ്ങി അപകടം പറ്റി വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ അപ്പനോടും അമ്മയോട് ക്ഷമിച്ചു. ഓടിച്ചെന്ന് ഞാൻ ഈ വടി ഇങ്ങനെ നിലത്തിട്ടപ്പോൾ അച്ഛൻ എന്നെ നോക്കി. അച്ഛൻ ഇങ്ങനെ എന്നെ നോക്കിയ കാരണം എൻ്റെ മുഖത്തെ പ്രകാശം കണ്ടുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഒരു മകൾ ആദ്യമായിട്ട് അപ്പനെ തൊടുന്ന, അപ്പൻ ആദ്യമായിട്ട് മകളെ തൊടുന്ന ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. അപ്പോൾ ചോദിച്ചു. ശക്തമായി എൻ്റെ അച്ഛൻ്റെ ആ കാല് വിറയ്ക്കുകയും കാലിനകത്തുനിന്ന് കമ്പി ഊർന്നിറങ്ങി എൻ്റെ അച്ഛൻ്റെ കാല് സുഖപ്പെടുകയും ചെയ്തു. ആ നിമിഷം ആ ജനമധ്യത്തിൽ വെച്ച് തന്നെ പ്രൈസ് ലോർഡ്, ആശ്വേ നന്ദി, ഈശ്വേ സ്തോത്രം, ഈശ്വേ മഹത്വം. അങ്ങനെ എൻ്റെ അച്ഛൻ കർത്താവിനെ രക്ഷകന നാഥനുമായി സ്വീകരിച്ചു. പിറ്റേ ദിവസം മുതൽ 4 ദിവസവും കൺവെൻഷൻ വന്ന് അച്ഛൻ എൻ്റെ കൂടെ കൂടി. അതുപോലെ എൻ്റെ അമ്മയ്ക്കുണ്ടായ അമ്മച്ചിയുടെ തൊണ്ടയിൽ വലിയൊരു മുഴയായിരുന്നു. ജാനമ്മയുടെ കുരിശ് വരച്ച യേശുവിൻ്റെ നാമത്തിൽ മുഴ ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ പ്രിയമുള്ളവരെ, അമ്മച്ചിയുടെ മുഴ ഇറങ്ങിപ്പോയി. അങ്ങനെ അമ്മച്ചി കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു. പ്രൈസ് ലോർഡ്. പിന്നെയുള്ള സംഭവമാണ് വലിയ സംഭവങ്ങൾ. കാരണം എനിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് പൊടുമറ്റത്ത് അന്ന് മുരിങ്ങൂരില്ല, പൊട്ടാശ്രമമായിരുന്നു. അവിടെ നായിക്കൊണ്ട് വെച്ചിട്ട് എൻ്റെ തലയ്ക്ക് യേശു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 5 ആഴ്ച വീട്ടിൽ പ്രാർത്ഥിക്കുക, 6ാമത്തെ ആഴ്ച കുന്നുംപുറത്തൊരു ദേവാലയം, വിശുദ്ധ പിതാവിൻ്റെ ഒരു ദേവാലയം കാണുന്നുവെന്ന്. അങ്ങനെ 5 ആഴ്ച നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഇന്നൊരു 3000-ലധികം പേരുടെ തലത്തൊട്ടമ്മയാകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവ് ധാരാളം അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കാരണം ശക്തമായി സ്തുതിക്കുന്ന സമയത്താണ്
കർത്താവ് അത്ഭുതമായിട്ട് എനിക്ക് സൗഖ്യം തന്നത്. നമ്മുടെ ശക്തമായി സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഒരിക്കൽ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീനാവ് ഇറങ്ങി വന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഒരു നെരിപ്പോടിലിരിക്കുന്ന അനുഭവം, 3 മണിക്കൂർ ഇരിക്കുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അതുപോലെ സ്തുതിക്കുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ദിവനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊന്നുയർന്ന് അവിടുത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവമേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. കരമടിച്ചൊരു പാട്ട് പാടിക്കൊണ്ട് കർത്താവ് നന്ദി പറയും. കരമയർത്തി അടിയാൻ, കരമയർത്തി. ഹല്ലേലൂയ. പ്രതീക്ഷകൾ പലതും തകർന്നിടുമ്പോൾ, പ്രതികൂലമാനവധി ഉയർന്നിടുമ്പോൾ, ആമേൻ, ആമേൻ. പ്രതീക്ഷകൾ പലതും തകർന്നിടുമ്പോൾ, വലിയ പ്രതികൂലമാനവധി ഉയർന്നിടുമ്പോൾ, സഹനത്തിൻ കൈപ്പൊതി കുടിച്ചെന്നാലും മാറായെ മാധുര്യമാക്കിടും താൻ. സഹനത്തിൻ കൈപ്പൊതി കുടിച്ചെന്നാലും മാറായെ മാധുര്യമാക്കിടും താൻ. സ്വർഗത്തിൽ നിന്നൻ ചാരെ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യും.